ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകാം. എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത്? എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത്? നീ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നതിന് നമ്മൾ വൈ ആർ യു എന്ന് യൂസ് ചെയ്യുവേ. നീ എന്തിനാണ് അല്ലെങ്കിൽ ഇവിടെ എന്താ നീ എന്ന് ഉദ്ദേശിക്കുന്നതിന് നമ്മൾ വൈ ആർ യു എന്ന് പറയും. പെരുമാറ്റം എന്നുള്ളതിന് ബിഹേവ്. അപ്പം പെരുമാറുന്നത്, ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതിന് ലൈക്ക് ദിസ് എന്നാൽ ഇങ്ങനെ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്? വൈ ആർ യു ബിഹേവിങ് ലൈക്ക് ദിസ്? അപ്പോൾ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. നിനക്ക് എല്ലാവരോടും നല്ലോണം പെരുമാറിക്കൂടെ? നിനക്ക് എല്ലാവരോടും നല്ലോണം പെരുമാറിക്കൂടെ? എങ്ങനെ ചോദിക്കും? എവ്രി വൺ എന്ന് വെച്ചാൽ എല്ലാവരും, അതെല്ലാവർക്കും അറിയുന്നില്ലേ? എവ്രി വൺ, എല്ലാവരും. എല്ലാവരോടും നല്ലോണം ഇരിക്കാൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ബി നൈസ് ടു എവ്രി വൺ. എല്ലാവരോടും നല്ലതായിട്ടിരിക്കുക. ബി നൈസ് ടു എവ്രി വൺ. അപ്പോൾ നിനക്ക് എല്ലാവരോടും നല്ലോണം പെരുമാറിക്കൂടെ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? വൈ കാൺറ്റ് യു ബി നൈസ് ടു എവ്രി വൺ? വൈ കാൺറ്റ് യു ബി നൈസ് ടു എവ്രി വൺ? ഓക്കെ, നെക്സ്റ്റ് നോക്കാവേ. നീ എന്താ എൻ്റെ വാക്ക് കേൾക്കാത്തത്? നീ എന്താ എൻ്റെ വാക്ക് കേൾക്കാത്തത്? അപ്പോൾ ഒരു കാര്യം ചെയ്യാത്തത് എന്താ എന്ന് ചോദിക്കുന്നതിന്, ഒരു കാര്യം എന്താ നീ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതിന് വൈ ഡോണ്ട് യു? വൈ ഡോണ്ട് യു? ലിസൺ എന്ന് വെച്ചാൽ കേൾക്കുക. കേൾക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ലിസൺ. അപ്പം നീ എന്താ എൻ്റെ വാക്ക് കേൾക്കാത്തത്? വൈ ഡോണ്ട് യു ലിസൺ ടു മീ? വൈ ഡോണ്ട് യു ലിസൺ ടു മീ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനെ. എന്തിനാ നീ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? നീ എന്തിനാ എന്നത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? വൈ ആർ യു? നീ എന്തിനാ? വൈ ആർ യു? ഇങ്ങനെ, സച്ച്. ഇങ്ങനെ തിരക്ക് എന്നുള്ളതിന് സച്ച് എ ഹറി. ഇങ്ങനെ തിരക്ക്, സച്ച് എ ഹറി. അപ്പോൾ എന്തിനാ നീ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത് എങ്ങനെ ചോദിക്കാം? വൈ ആർ യു ഇൻ സച്ച് എ ഹറി? വൈ ആർ യു ഇൻ സച്ച് എ ഹറി? എന്താ അതിൻ്റെ അർത്ഥം? എന്തിനാണ് നിങ്ങളിങ്ങനെ ഇത്രയും ധൃതി ഇടുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ? അതിനാണ് ചോദിക്കുന്നത് വൈ ആർ യു ഇൻ സച്ച് എ ഹറി? ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്ത് നോക്കാവേ. നീ എന്താ എല്ലാ കാര്യത്തിനും ഇത്ര വാശി പിടിക്കുന്നത്? അല്ലെങ്കിൽ നീ എന്താണ് എല്ലാ കാര്യത്തിനും ഇത്രയും വാശി പിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ? എങ്ങനാ? നീ എന്തിനാണ് അല്ലെങ്കിൽ ഇവിടെ നീ എന്താ എന്നുള്ളതിന് നമുക്ക് വൈ ആർ യു എന്ന് യൂസ് ചെയ്യാം. എന്താ? വൈ ആർ യു. സ്റ്റബൺ എന്നാൽ വാശി, ശാഠ്യം എന്നുള്ളതിന് നമുക്ക് യൂസ് ചെയ്യാവേ. വാശി എന്നുള്ളതിനൊപ്പം നമ്മളിവിടെ സ്റ്റബൺ എന്ന് യൂസ് ചെയ്യും. എല്ലാം എന്നുള്ളതിന് എവ്രിത്തിങ്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? വൈ ആർ യു സോ സ്റ്റബൺ അബൌട്ട് എവ്രിത്തിങ്? വൈ ആർ യു സോ സ്റ്റബൺ അബൌട്ട് എവ്രിത്തിങ്? അപ്പോൾ അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. എനിക്കൊരു 10 മിനിറ്റ് സമയം തരൂ. എനിക്കൊരു 10 മിനിറ്റ് സമയം തരൂ. എനിക്ക് തരൂ എന്നുള്ളതിന് പ്ലീസ് ഗിവ് മീ. താഴ്മയായിട്ട് ചോദിക്കുമ്പോൾ പ്ലീസ് ഗിവ് മീ. എത്ര മിനിറ്റാ? 10 മിനിറ്റ്. എനിക്കൊരു 10 മിനിറ്റ് സമയം തരൂ. പ്ലീസ് ഗിവ് മീ 10 മിനിറ്റ്സ്. ഇനി അടുത്തൊരു സെൻറ്റൻസ്. ഇതിനെപ്പറ്റി നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. ഇതിനെപ്പറ്റി നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. എങ്ങനെ പറയാം? സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക് അബൌട്ട് ദിസ്. വൈകുന്നേരം എന്നുള്ളതിന് ഈവനിങ്. അപ്പോൾ എങ്ങനെയാണ് പറയണ്ടേ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ഇൻ ദ ഈവനിങ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ഇൻ ദ ഈവനിങ്. അടുത്ത നെക്സ്റ്റ് സെൻറ്റൻസേ. നല്ലോണം ആലോചിച്ച് ഞാനൊരു തീരുമാനം എടുക്കുള്ളൂ. നല്ലതുപോലെ ആലോചിച്ചിട്ടേ ഞാനൊരു തീരുമാനം എടുക്കുള്ളൂ. എങ്ങനെ പറയാം? ഞാനൊരു തീരുമാനം എടുക്കും എന്നുള്ളതിന് ഐ വിൽ മേക്ക് എ ഡിസിഷൻ. ഐ വിൽ മേക്ക് എ ഡിസിഷൻ. നല്ലോണം ആലോചിക്കുക അല്ലെങ്കിൽ നല്ലതുപോലെ ആലോചിക്കുക എന്നുള്ളതിന് തിങ്കിങ് കെയർഫുള്ളി. തിങ്കിങ് കെയർഫുള്ളി. അപ്പോൾ എങ്ങനെ പറയണ്ടേ? ഐ വിൽ മേക്ക് എ ഡിസിഷൻ ഓൺലി ആഫ്റ്റർ തിങ്കിങ് കെയർഫുള്ളി. ഐ വിൽ മേക്ക് എ ഡിസിഷൻ ഓൺലി ആഫ്റ്റർ തിങ്കിങ് കെയർഫുള്ളി. ഓക്കെ, അടുത്തൊരു സെൻറ്റൻസേ. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കട്ടെ. ആലോചന എന്നുള്ളതിന് തിങ്ക്. അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്ന് വെച്ചാൽ
think about it. Let me think about it. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കട്ടെ. Let me think about it. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. എല്ലാവരും അറിഞ്ഞാൽ അത് പ്രശ്നമാകും. എല്ലാവരും അറിഞ്ഞാൽ അത് പ്രശ്നമാകും. എങ്ങനെ പറയാം? എല്ലാവരും അറിഞ്ഞാൽ എന്ന് നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഫ് എവരി വൺ നോസ്, ഇഫ് എവരി വൺ നോസ്, എല്ലാവരും അറിഞ്ഞാൽ അതൊരു പ്രശ്നത്തിന് കാരണമാകും, അല്ലെങ്കിൽ അത് പ്രശ്നമാകും എന്ന് പറയുന്നതിന് ഇറ്റ് വിൽ ബി എ പ്രോബ്ലം, ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. എല്ലാവരും അറിഞ്ഞാൽ അത് പ്രശ്നമാകും. ഇഫ് എവരി വൺ നോസ് ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. ഇഫ് എവരി വൺ നോസ് ഇറ്റ് വിൽ ബി എ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാവേ. സത്യമല്ലായിരുന്നെങ്കിൽ ഞാനിത് പറയില്ല. സത്യമല്ലായിരുന്നെങ്കിൽ ഞാനിത് പറയില്ല. എങ്ങനെ പറയാം? നമുക്കറിയാം, ഞാൻ പറയും എന്നുള്ളതിന് നമുക്ക് ഐ വുഡ് സേ എന്ന് പറയാം. ഞാൻ പറയും. അപ്പോൾ ഞാൻ പറയില്ല എന്നുള്ളതിന് ഐ വുഡ് നോട്ട് സേ, അല്ലെങ്കിൽ ഐ വുഡൻറ്റ് സേ, ഞാൻ പറയില്ല. ഞാൻ ഇത് പറയില്ല എന്നുള്ളതിന് ഐ വുഡൻറ്റ് സേ ദിസ്, ഞാൻ ഇത് പറയില്ല. ഐ വുഡൻറ്റ് സേ ദിസ്. സത്യം എന്നുള്ളതിന് നമുക്ക് ദ ട്രൂത്ത് എന്ന് പറയാവേ, അല്ലെങ്കിൽ ട്രൂ. അപ്പോൾ സത്യമല്ല എന്ന് പറയുന്നതിന് നോട്ട് ട്രൂ, നോട്ട് ട്രൂ. അപ്പോൾ അത് സത്യമല്ലായിരുന്നെങ്കിൽ എന്ന് നമുക്ക് എങ്ങനെ പറയാം? ഇഫ് ഇറ്റ് വാസ് നോട്ട് ട്രൂ, അത് സത്യമല്ലായിരുന്നെങ്കിൽ. ഇഫ് ഇറ്റ് വാസ് നോട്ട് ട്രൂ. അപ്പോൾ നോക്കിക്കേ, ആ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? ഐ വുഡൻറ്റ് സേ ദിസ് ഇഫ് ഇറ്റ് വാസ് നോട്ട് ട്രൂ. ഐ വുഡൻറ്റ് സേ ദിസ് ഇഫ് ഇറ്റ് വാസ് നോട്ട് ട്രൂ. സത്യമല്ലായിരുന്നെങ്കിൽ ഞാനിത് പറയില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. നിനക്കെന്തിനാ എല്ലാവരോടും ദേഷ്യം? നമ്മൾ ചോദിക്കത്തില്ലേ, നിനക്കെന്താ ഇത്ര ദേഷ്യം എല്ലാവരോടും എന്നൊക്കെ. അപ്പോൾ അതെങ്ങനെ ചോദിക്കാം? നമുക്കറിയാം, നിനക്കെന്തിനാ അല്ലെങ്കിൽ നിനക്കെന്തിനാണ് എന്ന് ചോദിക്കുന്നതിന് എന്താ ഉപയോഗിക്കുന്നത്? വൈ ആർ യു. നിനക്കെന്തിനാ, വൈ ആർ യു. ദേഷ്യം എന്നതിന് ആംഗ്രി, ദേഷ്യം എന്നതിന് ആംഗ്രി. എല്ലാവരോടും, വിത്ത് എവരി വൺ, വിത്ത് എവരി വൺ. അപ്പോൾ എങ്ങനെ ചോദിക്കാം? വൈ ആർ യു ആംഗ്രി വിത്ത് എവരി വൺ. വൈ ആർ യു ആംഗ്രി വിത്ത് എവരി വൺ. നിനക്ക് എന്തിനാ എല്ലാവരോടും ഇത്ര ദേഷ്യം? ഓക്കെ, ഇനി ഒരു പുതിയ സെൻറ്റൻസ്. ഇതുവരെ ഞാൻ ആരോടും നുണ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഞാൻ ആരോടും നുണ പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാം? നുണ എന്നുള്ളതിന് ലൈ. അപ്പോൾ എങ്ങനെ പറയാം? ഞാൻ ഇതുവരെ ആരോടും നുണ പറഞ്ഞിട്ടില്ല. ഐ ഹാവ് നെവർ ലൈഡ് ടു എനി വൺ. ഐ ഹാവ് നെവർ ലൈഡ് ടു എനി വൺ. ഇനി പുതിയൊരു സെൻറ്റൻസ് നോക്കാവേ. എനിക്ക് സുഖമില്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നലെ വരാഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വരാഞ്ഞേ എന്നെങ്ങനെയാണ് പറയുന്നത്? ഞാൻ ഇന്നലെ വരാഞ്ഞത് എന്ന് പറയുന്നതിന് ഐ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ. ഐ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ. അതുകൊണ്ടാണ് എന്ന് പറയുന്നതിന് ബിക്കോസ് ഉപയോഗിക്കും. അതുകൊണ്ടാണ്, ബിക്കോസ്. എനിക്ക് സുഖമില്ലായിരുന്നു എന്നെങ്ങനെ പറയാം? എനിക്ക് സുഖമില്ലായിരുന്നു. ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. അപ്പോൾ എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ ബിക്കോസ് ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. ഐ ഡിഡിൻറ്റ് കം യെസ്റ്റർഡേ ബിക്കോസ് ഐ വാസൻറ്റ് ഫീലിംഗ് വെൽ. എനിക്ക് സുഖമില്ലാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇന്നലെ വരാൻ പറ്റാഞ്ഞത്. അപ്പോൾ അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. എനിക്ക് അവനൊരു സമ്മാനം വാങ്ങിക്കൊടുക്കണം. എനിക്ക് അവനൊരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. എങ്ങനെ പറയും? വാങ്ങുക എന്നുള്ളതിന് നമ്മൾ ബൈ എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. വാങ്ങുക, ബൈ. എനിക്ക് വാങ്ങണം എന്ന് പറയുന്നതിന് ഐ വാണ്ട് ടു ബൈ. ഐ വാണ്ട് ടു ബൈ. അവന് എന്നുള്ളതിന് ഹിം ഉപയോഗിക്കാം. അവന്, ഹിം. എന്താ വാങ്ങിക്കേണ്ടേ? സമ്മാനം, എ ഗിഫ്റ്റ്. അവനൊരു സമ്മാനം. അപ്പോൾ എങ്ങനെ പറയാം സെൻറ്റൻസ്? എനിക്ക് അവനൊരു സമ്മാനം വാങ്ങിക്കൊടുക്കണം. ഐ വാണ്ട് ടു ബൈ ഹിം എ ഗിഫ്റ്റ്. ഐ വാണ്ട് ടു ബൈ ഹിം എ ഗിഫ്റ്റ്. എനിക്ക് അവനൊരു സമ്മാനം വാങ്ങിക്കൊടുക്കണം.
അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നിനക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും കഴിച്ചുകൂടാ? നിനക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും കഴിച്ചുകൂടാ എന്നെങ്ങനെ ചോദിക്കാം? നിനക്ക് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിന് വൈ ഡോണ്ട് യു എന്ന് യൂസ് ചെയ്യാം. നിനക്ക് എന്തുകൊണ്ട്, വൈ ഡോണ്ട് യു. എന്തെങ്കിലും കഴിച്ചുകൂടാ, വൈ ഡോണ്ട് യു ഈറ്റ് സംതിങ്. വൈ ഡോണ്ട് യു ഈറ്റ് സംതിങ്. നിനക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും കഴിച്ചുകൂടാ. ഓക്കെ, അടുത്തൊരു സെൻറ്റൻസ് നോക്കാവേ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെ പറയാം? എനിക്കറിയില്ല എന്ന് പറയുന്നതിന് ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്, ഹൗ ടു ഡു ദാറ്റ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്, ഹൗ ടു ഡു ദാറ്റ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു സെൻറ്റൻസ്. അവിടെ പോയിട്ട് പ്രയോജനമില്ല. അവിടെ പോയിട്ട് പ്രയോജനമില്ല. എങ്ങനെ പറയാം? പ്രയോജനമില്ല എന്ന് പറയാൻ നോ യൂസ് എന്ന് പറയാം. പ്രയോജനമില്ല, നോ യൂസ്. അവിടെ പോയിട്ട് പ്രയോജനമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് എന്നുള്ളതിന് ഗോയിങ് ദെയർ. അവിടെ പോയിട്ട് പ്രയോജനമില്ല എന്ന് പറയുന്നതിന് ഇറ്റ്സ് നോ യൂസ് ഗോയിങ് ദെയർ. ഇറ്റ്സ് നോ യൂസ് ഗോയിങ് ദെയർ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ. നിനക്കെങ്ങനെ ഇത്ര മടിയനാകാൻ കഴിയുന്നു? നിനക്കെങ്ങനെ ഇത്ര മടിയനാകാൻ കഴിയുന്നു? നിനക്കെങ്ങനെ എന്നുള്ളതിന് ഹൗ ക്യാൻ യു. നിനക്കെങ്ങനെ, ഹൗ ക്യാൻ യു. മടിയൻ, ലേസി, ഇത്ര മടിയൻ, സോ ലേസി. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഹൗ ക്യാൻ യു ബി സോ ലേസി. നിനക്കെങ്ങനെ ഇത്ര മടിയനാകാൻ കഴിയുന്നു? ഹൗ ക്യാൻ യു ബി സോ ലേസി. അടുത്തത് നോക്കാവേ. സംസാരം നിർത്തു അല്ലെങ്കിൽ കരച്ചിൽ നിർത്തു. ഇതെങ്ങനെ നമുക്ക് പറയാം? നിർത്തുക എന്നുള്ളതിന് സ്റ്റോപ്പ്. ഒരു കാര്യം നിർത്തു എന്ന് പറയുന്നതിന് ആ വെർബിൻ്റെ കൂടെ ING ഫോമും കൂടെ ചേർക്കണം. ടോക്ക് ആണെങ്കിൽ ടോക്കിംഗ്, ക്രൈ ആണെങ്കിൽ ക്രൈയിങ്. അപ്പോൾ സംസാരം നിർത്തു എന്ന് എങ്ങനെ പറയണ്ടേ? സ്റ്റോപ്പ് ടോക്കിംഗ്, സ്റ്റോപ്പ് ടോക്കിംഗ്. അപ്പം കരച്ചിൽ നിർത്തു എന്ന് എങ്ങനെ പറയണ്ടേ? സ്റ്റോപ്പ് ക്രൈയിങ്, സ്റ്റോപ്പ് ക്രൈയിങ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്. നീ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ. നീ സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കൂ. എങ്ങനെ പറയാം? ചിന്തിക്കുക എന്നുള്ളതിന് തിങ്ക്. ചിന്തിക്കുക, തിങ്ക്. സംസാരിക്കുക എന്നുള്ളതിന് സ്പീക്ക്. അപ്പോൾ സംസാരിക്കുന്നതിന് മുൻപ് എന്നുള്ളതിന് ബിഫോർ സ്പീക്ക്. ബിഫോർ സ്പീക്ക്. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക എന്നെങ്ങനെ പറയും? തിങ്ക് ബിഫോർ യു സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ഇനി പുതിയൊരു സെൻറ്റൻസ് നോക്കാവേ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എങ്ങനെ പറയാം? സത്യം പറയുകയാണെങ്കിൽ എന്ന് പറയുന്നതിന് നമുക്കിവിടെ ടു ബി ഓണസ്റ്റ് എന്ന് പറയാം. ടു ബി ഓണസ്റ്റ്, ഞാൻ സന്തോഷവാനാണ്. ഐ ആം ഹാപ്പി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ടു ബി ഓണസ്റ്റ്, ഐ ആം ഹാപ്പി. ടു ബി ഓണസ്റ്റ്, ഐ ആം ഹാപ്പി. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് പോകാം. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. എങ്ങനെ പറയാം? ദിവസം തോറും എന്ന് പറയുന്നതിന് നമുക്ക് ഡേ ബൈ ഡേ എന്ന് പറയാം. ദിവസം തോറും, ഡേ ബൈ ഡേ. ചൂട് കൂടി വരിക എന്നുള്ളതിന് ഗെറ്റിംഗ് ഹോട്ടർ. ഗെറ്റിംഗ് ഹോട്ടർ, ചൂട് കൂടി വരികയാണ് എന്നുള്ളതിന്. അപ്പോൾ എങ്ങനെ പറയാം? ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഇറ്റ്സ് ഗെറ്റിംഗ് ഹോട്ടർ ഡേ ബൈ ഡേ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നീ എന്താണ് അവനോട് പറഞ്ഞത്? നീ എന്താണ് അവനോട് പറഞ്ഞത്? നീ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നതിന് വാട്ട് ഡിഡ് യു ടെൽ. നീ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു ടെൽ. അവനോട് എന്നുള്ളതിന് ഹിം. അവൻ എന്നുള്ളതിന് ഹിം. അപ്പം നീ എന്താണ് അവനോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നതിന് വാട്ട് ഡിഡ് യു ടെൽ ഹിം. വാട്ട് ഡിഡ് യു ടെൽ ഹിം. ഓക്കെ, നെക്സ്റ്റ്. ഇതാണോ എന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നത്? ഇതാണോ എന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നത്? എങ്ങനെ ചോദിക്കാം? ഇതാണോ എന്ന് ചോദിക്കുന്നതിന് ഈസ് ദിസ്.
ഇതാണോ? ഇസ് ദിസ്. എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നതിന് തിങ്ക് ഓഫ് മീ എന്ന് പറയാവേ. എന്നെക്കുറിച്ച് ചിന്തിക്കുക, തിങ്ക് ഓഫ് മീ. അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഇതാണോ നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നെങ്ങനെ ചോദിക്കാം? ഇസ് ദിസ് വാട്ട് യു തിങ്ക് ഓഫ് മീ? ഇസ് ദിസ് വാട്ട് യു തിങ്ക് ഓഫ് മീ? ഇതാണോ എന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നത്? ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ സംസാരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിന് ഐ വാസ് ടോക്കിംഗ്. ഐ വാസ് ടോക്കിംഗ്. ആരോടാ? അവനോട്. ടു ഹിം. ടു ഹിം. ഐ വാസ് ടോക്കിംഗ് ടു ഹിം. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. അടുത്തത് നോക്കാവേ. അവൻ അവൻ്റെ തീരുമാനം എടുക്കട്ടെ. അവൻ അവൻ്റെ തീരുമാനം എടുക്കട്ടെ. എങ്ങനെ ചോദിക്കാം? തീരുമാനം എന്നുള്ളതിന് ഡിസിഷൻ. തീരുമാനം, ഡിസിഷൻ. അവൻ്റെ തീരുമാനം ഹിസ് ഡിസിഷൻ. ഹിസ് ഡിസിഷൻ. അവൻ അവൻ്റെ തീരുമാനം എടുക്കട്ടെ. ലെറ്റ് ഹിം മേക്ക് ഹിസ് ഡിസിഷൻ. ലെറ്റ് ഹിം മേക്ക് ഹിസ് ഡിസിഷൻ. അടുത്തത് നോക്കാവേ. എനിക്ക് മെസ്സേജ് അയക്കാൻ മടിക്കരുത്. എനിക്ക് മെസ്സേജ് അയക്കാൻ മടിക്കരുത്. മടിക്കരുത്, മടിക്കുക എന്നുള്ളതിന് ഹെസിറ്റേറ്റ് എന്ന് പറയാം. ഹെസിറ്റേറ്റ്. അപ്പോൾ മടിക്കരുത് എന്ന് പറയുന്നതിന് ഡോണ്ട് ഹെസിറ്റേറ്റ്. ഡോണ്ട് ഹെസിറ്റേറ്റ്. എന്തിനാ? മെസ്സേജ് അയക്കാൻ. ടെക്സ്റ്റ് മീ എന്ന് പറയാം, അല്ലെങ്കിൽ മെസ്സേജ് മീ. മെസ്സേജ് അയക്കുക എന്നുള്ളതിന് ടെക്സ്റ്റ് മീ അല്ലെങ്കിൽ മെസ്സേജ് മീ എന്നും പറയാം. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാൻ മടിക്കരുത് എന്ന് എങ്ങനെ പറയാം? ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ടെക്സ്റ്റ് മീ. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ടെക്സ്റ്റ് മീ അല്ലെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു മെസ്സേജ് മീ. നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കാവേ. ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്നുള്ളതിന് ടോൾഡ്. പറഞ്ഞു, ടോൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് നമ്മൾ ഐ ഹാവൻറ്റ് ടോൾഡ് എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ല, ഐ ഹാവൻറ്റ് ടോൾഡ്. ആരോടും എന്നുള്ളതിന് എനിവൺ. ആരോടും, എനിവൺ. അതിനെക്കുറിച്ച് എന്നുള്ളതിന് എബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച്, എബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഐ ഹാവൻറ്റ് ടോൾഡ് എനിവൺ എബൌട്ട് ഇറ്റ്. ഐ ഹാവൻറ്റ് ടോൾഡ് എനിവൺ എബൌട്ട് ഇറ്റ്. ഒട്ടും തന്നെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറെ ആഗ്രഹവുമായി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക്